ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷായിട്ടിരിക്കാനും അതുമാത്രമല്ല നമ്മുടെ വീട്ടിൽ വരുന്ന ഈച്ചേനെയും കൊതുകിനെയൊക്കെ തുരത്താൻ പറ്റിയ ഒരു കിടിലൻ ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ വീടൊക്കെ എപ്പോഴും നല്ല മണത്തോടും ഫ്രഷ് ആയിട്ടിരിക്കാനുള്ള നല്ലൊരു ടിപ്സാണ് കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ ഒരു മഗ്ഗിലേക്ക് 1 കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന നല്ല മണത്തിന് വേണ്ടി നമ്മൾ കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ കംഫർട്ട് ചേർക്കുമ്പോൾ തന്നെ നല്ല മണമാണല്ലോ വീടായാലും. അതുപോലെ തന്നെ ബാത്റൂമിനൊക്കെ ആകുമ്പോൾ നമ്മൾ കംഫർട്ട് കൊണ്ട് മിക്സ് ചെയ്ത ശേഷം തളിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുകയാണ്. 1 സ്പൂൺ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു കംഫർട്ടും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരി എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്കിതിനെ ഒരു ബോട്ടിലിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഈ ബോട്ടിലിൻ്റെ അടപ്പിലൊക്കെ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലത്തെ ഒരു ബോട്ടിലിലേക്ക് ഈ എടുത്ത് വെച്ചിരിക്കുന്ന എല്ലാം ഒന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മുടെ വീടൊക്കെ എപ്പോഴും ഒരു സ്മെല്ല് വരാറുണ്ട്. ആ ഒരു ഇത് ഉക്കലിൻ്റെയും അതുപോലെ തന്നെ വേർപ്പിൻ്റെയൊക്കെ നല്ല സ്മെല്ല് വരാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എത്ര തന്നെ വൃത്തിയാക്കിയാലും നമുക്ക് അത് ഇടയ്ക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത ശേഷം നമ്മൾ തളിച്ച് കൊടുത്ത് തുടയ്ക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ വരില്ല കേട്ടോ. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ കിച്ചൺ ടൈൽസിലും അതുപോലെ തന്നെ ഇത് അടുപ്പിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്ത ശേഷം നമ്മൾ തുടച്ചെടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കിച്ചണിൽ പാചകം ചെയ്യുന്നതിൻ്റെ ഒരു സ്മെല്ലും ആ ഒരു കിച്ചണിൽ അടിക്കില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ആ ഒരു ടൈലിലും അതുപോലെ തന്നെ ആ ഒരു അടുപ്പിൻ്റെ പുറത്തൊക്കെ ഇതുപോലെ ഒന്ന് പാചകമൊക്കെ കഴിഞ്ഞ ശേഷം ഒന്ന് തളിച്ച് കൊടുത്ത ശേഷം തുടയ്ക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുപോലെ എല്ലായിടത്തും തുടച്ചിടുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം തന്നെ ഉറുമ്പുള്ള ശല്യമൊന്നും വരില്ല കേട്ടോ. നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർക്കുന്നതുകൊണ്ട് വിനാഗിരിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് ഈച്ചയുടെയും അതുപോലെ തന്നെ ഇത് ഉറുമ്പിൻ്റെയൊക്കെ ശല്യം നമുക്ക് ഒട്ടും തന്നെ വരില്ല. അപ്പം ഞാൻ ഇവിടെ എല്ലായിടത്തും ഒന്ന് തുടച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാത്റൂമിനകത്തും അതുപോലെ തന്നെ ബേസലിലും ഇതൊക്കെ ഒന്ന് തളിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പം ഞാൻ ഇവിടെ ഈ അടുപ്പിൻ്റെ പുറമെല്ലാം നല്ലതുപോലെ തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ. എപ്പോഴും നമ്മൾ അടുക്കളയായാലും വീടായാലും എപ്പോഴും നല്ല വൃത്തിയോടെ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു രോഗങ്ങളും വരില്ല. അതുമാത്രമല്ല ഒട്ടും തന്നെ സ്മെല്ലും വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ തറ തുടയ്ക്കുന്നിടത്തും ഞാൻ ഇതുപോലെ ഒന്ന് തുടച്ച് കൊടുക്കണം. നമ്മളെ കിച്ചൻ്റെ ടൈൽസിലാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് തളിച്ച് കൊടുത്ത ശേഷം നമ്മളൊന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈച്ചയുടെ ശല്യം നല്ലതുപോലെ കുറയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് ഗ്രാമ്പും കൂടെ പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ ഒട്ടും ഈച്ച വരില്ല കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എല്ലായിടത്തും ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ കിച്ചണൊക്കെ ഇതുപോലെ വൃത്തിയാക്കി ഇട്ടുന്നത് നല്ലതാണ് കേട്ടോ. ഇനി ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാത്റൂമിനകത്തും ഞാൻ ഇതുപോലെ എല്ലാം തളിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ ബേസലിൽ ബാത്റൂമിനകത്തുള്ള ബേസലിലും അതുപോലെ തന്നെ തറയിലെ ടൈൽസിലും എല്ലായിടത്തും ഒന്ന് നല്ലതുപോലെ തളിച്ചിടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗം കഴിഞ്ഞ ശേഷം ഇതുപോലെയൊക്കെ ഒന്ന് തളിച്ചിടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റൂമിനകമൊക്കെ നല്ല ഒരു ഇതായിരിക്കും കേട്ടോ. ഒട്ടും തന്നെ ആ ഒരു അഴുക്ക സ്മെല്ലൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും തളിച്ചിടണം. പിന്നെ നമ്മൾ ആ ഒരു ക്ലോസറ്റിനകത്തൊക്കെ ഇതുപോലെ ഒന്ന് ഒഴിച്ചിടുകയാണെങ്കിൽ നല്ലൊരിതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ലൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഉപകാരപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. എല്ലാവരും എൻ്റെ വീഡിയോയ്ക്കൊന്ന് ലൈക്ക് ചെയ്യണം. കുറേ പേര് എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുന്നില്ല, വീഡിയോ കണ്ടു പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത ടിപ്സ് ഒന്ന് കണ്ടാലോ. നമ്മളെ വീട്ടിൽ വരുന്ന ഈച്ചേനെയും കൊതുകളെയും തുരത്താനുള്ള ഒരു കിടിലൻ ടിപ്സാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവാളേനെ ഇതുപോലെ നടുക്കൊന്ന് ഇതുപോലെ ഒന്ന് ഹോളിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത് മെഴുക് തിരിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒരു മെഴുക് തിരി എടുത്തിട്ടുണ്ട്. അതിനെ 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ചെറിയ കഷ്ണം മതി കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മെഴുക് തിരിയെ 2ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ നമ്മുടെ വീട്ടിൽ മഴക്കാലം ആയാലും ഏത് കാലമായാലും ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചക്കക്കാലവും മാങ്ങക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഈച്ചയുടെയും കൊതുകിൻ്റെയൊക്കെ ശല്യം വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മെഴുകുതിരി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഈ ഒരു സവാളയിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു പൊടിച്ചതും കൂടി നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ആ ഒരു സവാളയുടെ 4 സൈഡ് ഇതുപോലെ ഗ്രാമ്പു ഒന്ന് നല്ലതുപോലെ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുക. പൊടിച്ച ഗ്രാമ്പുമാണ് കേട്ടോ. ഇനി അടുത്ത സവാളയിലേക്ക് ഞാൻ ഇതുപോലെ ഗ്രാമ്പ് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുഴുവനായിട്ടുള്ള ഗ്രാമ്പ് നിറയെ ഒന്ന് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈച്ചയെ തുരത്താൻ ഏറ്റവും നല്ല ടിപ്സ് എന്ന് പറയുന്നത് ഗ്രാമ്പുമാണ് കേട്ടോ. ഗ്രാമ്പ് പൊടിച്ച് വെള്ളം കൊണ്ട് തറ തുടയ്ക്കുന്നതും അതുപോലെ തന്നെ ഗ്രാമ്പ് പൊടിച്ച് നമ്മൾ ഇതുപോലെയൊക്കെ സവാളയിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഈച്ച ശല്യമൊക്കെ ഒഴിവാകും കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ആ ഒരു സവാളയിൽ എല്ലാം ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രാമ്പ് പൊടിച്ചതും കൂടി ഞാൻ ഇതുപോലെ വിതറി കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ വീഡിയോ കാണണം കേട്ടോ. എല്ലാവരും വീഡിയോ കാണണേ. അപ്പോൾ 2 കമ്പിത്തുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നൈസ് ഒരു 2 കമ്പിത്തുണ്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതിലേക്ക് കുത്തി വയ്ക്കാം കേട്ടോ. അപ്പോൾ 2 സൈഡിൽ ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വച്ചിരിക്കുന്ന ആ ഒരു സവാളയുടെ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഒന്ന് കുത്തി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് വച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് അതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മെഴുകുതിരി കത്തിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഈ ഒരു മെഴുകുതിരി ഇതുപോലെ ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മെഴുകുതിരിയുടെ ചൂട് ആ ഒരു പുറത്തിരിക്കുന്ന സവാളയിൽ അടിക്കുമ്പോൾ അതിലുള്ള ആ ഗ്രാമ്പൂവിൻ്റെയും അതുപോലെ തന്നെ ആ പൊടിച്ച് ചേർത്ത ഗ്രാമ്പൂൻ്റെ മണമൊക്കെ നല്ലതുപോലെ ആ വീട്ടിൽ കിട്ടും കേട്ടോ. അപ്പോൾ മെഴുകുതിരി ഇപ്പോൾ ചെറുതായിട്ട് കത്തുന്നുള്ളൂ, ഇപ്പോൾ നല്ലതായിട്ട് കത്തും കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു മെഴുകുതിരി നമ്മൾ കത്തിപ്പോകും തോറും നമുക്ക് ആ ഒരു മണം നല്ലതുപോലെ ആ ഒരു വീട്ടിനകത്തെല്ലാം കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ പുകയും വരും കേട്ടോ. ഇപ്പോൾ ആ ഒരു സവാളയിലൊക്കെ ഇതുപോലെ തീ ഒന്ന് നമ്മൾ അടിക്കുമ്പോൾ നല്ലതുപോലെ പുകയും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം, കണ്ടോ നല്ലതുപോലെ പുക കിട്ടുന്നുണ്ട് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ടിപ്സും കൂടി ചെയ്ത് നോക്കണം. നമ്മുടെ വീട് എപ്പോഴും നല്ല ഫ്രഷ് ആയിട്ടിരിക്കുക. ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.